കേരള സർക്കാർ നിയന്ത്രിത അംഗീകൃത സ്ഥാപനം എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചാണ് ഇവന്മാർ തട്ടിമടത്തിയത്. അവരെ ബന്ധുക്കൾക്കും ആൾക്കാർക്കെല്ലാം പല രീതിയിൽ കള്ളത്തനം കാണിച്ച് ലോൺ കൊടുക്കും. പല രീതികളായിട്ട് ലോൺ കൊടുക്കും. പിന്നെ MDS ചിട്ടി എന്ന് പറയും. ആ രീതിയിൽ ഒരുപാട് പൈസ തട്ടിക്കൊണ്ട് പോയി. അവർ ചോദിക്കുമ്പോൾ റിക്കവറി എന്ന് പക്ഷേ ഇവർ പൈസ അടച്ചാലേ തിരിച്ച് കിട്ടുമോ. ഇതിനകത്ത് ക്രമക്കേടുകളെ നടന്നിട്ടുള്ളൂ. ആദ്യം മുതൽ ഇതിൽ ഈ രജിസ്ട്രാർ ഓഫീസ് കണ്ണടച്ചിരിക്കുകയാണ്. പിന്നെ ഏകദേശം ടോട്ടൽ 54 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സംഘം വളർന്നുകൊണ്ടിരുന്നത് തട്ടിപ്പിലാണ് ഇവർ വളർന്നുകൊണ്ടിരുന്നത്. അതായത് ആൾക്കാരുടെ നിക്ഷേപം കൊണ്ടുവന്നു, പക്ഷേ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. നമസ്കാരം. തിരുവനന്തപുരം ഈഞ്ചക്കൽ വഞ്ചിനാട് സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. 54 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. നിക്ഷേപകർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സഹകരണ സംഘം നടത്തുന്നവർക്കെതിരെ പോലീസ് FIR ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിക്ഷേപകർ തന്നെ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം ഈഞ്ചക്കൽ ആണ് മെയിൻ്റെ ഹെഡ് ഓഫീസ്. അതിൻ്റെ ബ്രാഞ്ച് നെടുമങ്ങാട് ഒരു ബ്രാഞ്ചുണ്ട്, പാറശാലയിൽ ഒരു ബ്രാഞ്ചുണ്ട്. ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ കേരള സർക്കാർ നിയന്ത്രിത അംഗീകൃത സ്ഥാപനം എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചാണ് ഇവന്മാർ തട്ടിപ്പ് നടത്തിയത്. അതാണ് വെച്ച് ആ ഒരു പേരും പറഞ്ഞ ആൾക്കാരെ കൊണ്ട് നിക്ഷേപിച്ച് പരസ്യമൊക്കെ ചെയ്ത് നിക്ഷേപിച്ച് കേരള സർക്കാരിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് നിക്ഷേപിച്ച് ഇത് വിസ തട്ടിപ്പ് പോലെ കുറേ പൈസകൾ കളക്ട് ചെയ്തിട്ട് 10-15 കൊല്ലം കൊണ്ട് റൺ ചെയ്തിട്ട് പൈസ കൊള്ളടിക്കാനുള്ള പരിപാടിയായിട്ട് തുടങ്ങിയ ആൾക്കാരാണ്. ഇവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കാനഡി വിജയകുമാർ എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ മെയിൻ ആൾക്കാരെല്ലാം ഈ BJPയിലുള്ള ബന്ധപ്പെട്ട ആൾക്കാർ. പിന്നെ 1-2-3 ആൾക്കാർ വേറെ കോൺഗ്രസിലും മറ്റേ കമ്മ്യൂണിസ്റ്റിലുള്ള ആൾക്കാരാണ്. മെയിൻ കൂടുതൽ BJPക്കാരാണ്. അതായത് ഈ 54 കോടി രൂപയുടെ തട്ടിപ്പാണ് മൊത്തം നടന്നിരിക്കുന്നത്. 54 കോടി രൂപ തട്ടിപ്പിൽ 40 കോടിയോളം രൂപ വഞ്ചിനാട് സൊസൈറ്റിയിലുള്ള സ്റ്റാഫുകൾ, കളക്ഷൻ ഏജൻറ്റ്, ബോർഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർ പല രീതിയിലായിട്ട് തട്ടിക്കൊണ്ട് പോയതാണ്. 40 കോടി, 54 കോടി 40 കോടി, ബാക്കിയുള്ള 14 കോടിയോളം രൂപ ഇവർ തന്നെ കമ്മീഷൻ ബേസിസിൽ ലോൺ കൊടുത്ത് ആ രീതിയിൽ തട്ടിച്ച് ഇവർ തന്നെയാണ് കംപ്ലീറ്റ് പൈസയും കൊണ്ടുപോയത്. അവർ ചോദിക്കുമ്പോൾ റിക്കവറി നടത്തി പൈസ വരാനുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യും. ഒരു പൈസയും വരണമില്ല. കാരണം ഇവർ തന്നെയാണ് നടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ വേറെ ഇതും കൂടെ ഉണ്ട്. ക്രൈം ബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അപ്പോൾ അവർ ഈ നമ്മളെ പൈസ കൊള്ളയടിച്ച് കുറേ വസ്തുക്കളും വീടുകളും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ വിറ്റ് അവന്മാർ പൈസകളാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയും കൂടെ നടക്കുകയാണ്. ഇതാണ് ഇപ്പം വഞ്ചിനാട് സൊസൈറ്റിയിലുള്ള പൈസ കട്ടിച്ച ബോർഡ് മെമ്പേഴ്സ്, മൊത്തം സാധാരണക്കാരെ നിക്ഷേപകർ, കൂലിപ്പണിക്കാരും തൊട്ട് അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റുള്ള ജോലിക്കാരും എല്ലാവരും ഉണ്ട്. ചാലയിൽ പൂ കിട്ടുന്ന സ്ത്രീയുണ്ട്. അതുപോലെ എല്ലാ ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരുടെ പൈസ തൊട്ട് അല്ലാതെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ എല്ലാവരും പെൻഷൻ പൈസ ഉൾപ്പെടെ എല്ലാം അമ്മമാരെ കൊള്ളടിച്ചുകൊണ്ട് വരികയാണ്. 54 കോടിയോളം രൂപയാണ് തട്ടിയത്. നമ്മുടെ നിക്ഷേപകരുടെ പണം തട്ടിയ വഞ്ചിനാട് സൊസൈറ്റിയിലെ സ്റ്റാഫുകളും കളക്ഷൻ ഏജൻറ്റും ബോർഡ് മെമ്പേഴ്സ് അവർ നമ്മളെ പണം തട്ടിയിട്ട് ഒരുപാട് വസ്തുക്കളും വീടുകളും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അത് എങ്ങനെയെങ്കിലും അവർ ബുദ്ധിപൂർവ്വം കേസ് തേച്ച് മാച്ച് കളയാൻ വേണ്ടി അവരെങ്ങനെയെങ്കിലും വിറ്റ് ക്യാഷാക്കി അമ്മമാർ എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ നാട്ടുകാർ തന്നെയാണ്. പേരുകളെല്ലാം കൃത്യമായി പറയാം. അവരുടെ പേരുകൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കാലടി വിജയകുമാർ എന്ന് പറഞ്ഞ ആളാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ GS പ്രകാശ്, മാനേജർ എന്ന് പറഞ്ഞാൽ ഗോകുമാർ, പിന്നെ സെക്രട്ടറി ശ്രീകല എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സുണ്ട്. P സുദർശൻ, ബിജു, പിന്നെ NR ഗീത, പിന്നെ അല്ലാത്ത കളക്ഷൻ ഏജൻസിമാരെ മണികണ്ഠ, അജി, മറ്റേ സ്റ്റാഫുകളെ രാജേഷ്, എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയൊരു തട്ടിപ്പാണ്. മനസ്സിലായി. അവരെ ബന്ധുക്കൾക്കും ആൾക്കാർക്കെല്ലാം പല രീതിയിൽ കള്ളത്തനം കാണിച്ച് ലോൺ കൊടുക്കും. പല രീതികളായിട്ട് ലോൺ കൊടുക്കും. പിന്നെ MDS ചിട്ടി എന്ന് പറയും. ആ രീതിയിൽ ഒരുപാട് പൈസ തട്ടിക്കൊണ്ട് പോയി. അവർ ചോദിക്കുമ്പോൾ റിക്കവറി എന്ന് പക്ഷേ ഇവർ പൈസ അടച്ചാലേ തിരിച്ച് കിട്ടുള്ളൂ. ഇവർ തന്നെയാണ് മെയിൻ തട്ടിപ്പ്. പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ എന്താ ചെയ്യും? ഈ 2022 നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ കുറച്ച് പ്രതിസന്ധിയിലാണ് ആൾക്കാർ ലോൺ എടുത്ത് തിരിച്ചടക്കില്ലെന്നാണ് പറഞ്ഞുകൊണ്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഉമാൻ തന്നെ പൈസ എടുത്ത് തട്ടിച്ച വേലയില്ല. അങ്ങനെ 2022 തൊട്ട് 2024 വരെ നമ്മൾ അതിനകത്ത് കയറി ഇറങ്ങി. ഒരു രീതിയിലും അവന്മാർക്ക് പൈസ തന്നില്ല. മറ്റേ ഓരോ കാരണം റിക്കവറി എന്ന് പറഞ്ഞ് പറ്റിക്കണമല്ലാതെ ഒരു പോലും അവന്മാർ തരില്ല. അവന്മാർ തട്ടിച്ചുകൊണ്ട് പോയ പൈസയുണ്ട്. ഏകദേശം എത്ര നിക്ഷേപകരുണ്ട് ഇവിടെ? അവർ പറയണത് 1000-ഓളം നിക്ഷേപകരുണ്ടെന്നാണ് പറയണം. അത് ചിലപ്പോൾ തട്ടിപ്പോണോ ഇല്ലയെന്ന് പറയുന്നത്. ഇപ്പം ക്രൈം ബ്രാഞ്ച് FIR ഇട്ടതിൽ നമ്മളെ വഞ്ചൂർ സ്റ്റേഷനിൽ പരിധിയിലുള്ള FIRൽ ഈഞ്ചക്കലിലുള്ള ഹെഡ് ഓഫീസിൻ്റെ ഇതിലാണ് FIR ഇട്ടേക്കണം. അതിൽ ഏകദേശം ഒരു 100-ന് മുകളിൽ ആൾക്കാർ FIR ഇട്ടിട്ടുണ്ട്. ഈ അവർ 1000-ഓളം പേര് കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് അവർ പറയണത്. എന്താണ് ഇതിലൊരു ക്രമക്കേട് എന്താണ് നടന്നിരിക്കുന്നത്? ഇതിനകത്ത് ക്രമക്കേടുകളെ നടന്നിട്ടുള്ളൂ. ആദ്യം മുതൽ ഇതിൽ ഈ രജിസ്ട്രാർ ഓഫീസ് കണ്ണടച്ചിരിക്കുകയാണ്. JR ഓഫീസായാലും AR ഓഫീസായാലും അവരെല്ലാം ഇവരുടെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു എന്നേ എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഏകദേശം 2014 ഒരു എൻക്വയറി കൊണ്ടുവന്നു രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന്. അതായത് 55 സെക്ഷൻ വെച്ചിട്ട് ഒരു എൻക്വയറി കൊണ്ടുവന്നു. ആ എൻക്വയറി ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പൂർത്തീകരിച്ചു. അതായത് ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം 1 വർഷം എടുക്കാവുള്ളൂ ഈ എൻക്വയറിക്ക്.
ഈ സമയത്തിനുള്ളിൽ അവർ പൂർത്തീകരിച്ചില്ല. ഇത് ഏകദേശം 3-4 വർഷം എടുത്തത് പൂർത്തീകരിക്കാൻ. എന്നിട്ട് ഹൈക്കോടതി കൊണ്ടുപോയിട്ട് അവരുടെയൊക്കെ ലയബിലിറ്റി, ഈ ഭരണകർത്താക്കളുടെ ലയബിലിറ്റി ഫിക്സ് ചെയ്തിട്ട് അവിടെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇവരെന്ത് ചെയ്ത് സ്റ്റേക്ക് പോയി. കാരണം ഇത്രയും നാൾ ഇതെടുത്തുകൊണ്ട് ഇത് വാലിഡല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റേക്ക് പോയി. അവർക്ക് സ്റ്റേ കിട്ടി. എന്നിട്ട് ഈ സ്റ്റേ പിന്നെ ഇവർ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ JR ഓഫീസോ AR ഓഫീസോ യാതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ പുതിയ എൻക്വയറി കൊണ്ടുവരും 65 വെച്ചിട്ട്. പക്ഷേ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ഇപ്പോഴും ഒരു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു എൻക്വയറി പുറപ്പെടുവിച്ചു. 2 മാസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ എത്ര മാസം? 8 മാസമായി, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവരിതിന് കൂട്ടു നിൽക്കുകയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഒരുപാട് നിക്ഷേപകരുണ്ട്, ഒരുപാട് പേരുണ്ട്, 10,000 നിക്ഷേപകരുണ്ട്. അതിനകത്ത് വളരെ കുറേ ആൾക്കാരെ ഉള്ളു ഇപ്പം ഫ്രണ്ടിൽ വരാനായിട്ട്. ചിലപ്പോൾ കുറച്ച് നിക്ഷേപമുള്ളവരായിരിക്കും. പിന്നെ ഏകദേശം ടോട്ടൽ 54 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. നൽകുന്ന വിശദീകരണം എന്താണ്? ഇവർ നൽകുന്ന വിശദീകരണം ഇപ്പം തരുന്ന അത് പിന്നെ കോവിഡാണ്, മറ്റേതാണ്, ഇങ്ങനെ മറ്റേ കരുവന്നൂർ പ്രശ്നം വന്നു. പക്ഷെ അതിനകത്തൊന്നും യാഥാർത്ഥ്യമില്ല. ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമാണ്. ഒരിക്കലും ഇത് ലാഭത്തിലല്ലായിരുന്നു. ഇതിന് വളർച്ചയേ ഇല്ല. ഈ പിന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പറയുന്നത് ഈ സംഘം വളർന്നുകൊണ്ടിരുന്നു എന്നാണ്. സംഘം വളർന്നുകൊണ്ടിരുന്നത് തട്ടിപ്പിലാണ് ഇവർ വളർന്നുകൊണ്ടിരുന്നത്. അതായത് ആൾക്കാരുടെ നിക്ഷേപം കൊണ്ടുവന്നു, പക്ഷേ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ആരൊക്കെയാണ് നോക്കി നടത്തുന്നത്? ഇത് നോക്കി നടത്തുന്ന ഒരു കാലടി വിജയകുമാറാണ് പ്രസിഡൻറ്റ്. പാർട്ടി അനുഭവമുള്ള ആൾക്കാരാണ്. പാർട്ടി അയാൾക്ക് RSSും BJP ആയിട്ടാണ് ബന്ധമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് GS പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല. ഇയാൾക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട് ഈ തട്ടിപ്പിൽ. പക്ഷേ പരാതി കൊടുത്തോ? നിക്ഷേപം പരാതി കൊടുത്തു. പരാതി ഒരുപാട് പരാതികൾ കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്തു ഈ വഞ്ചൂർ സ്റ്റേഷനിൽ. അങ്ങനെ ഈ പിന്നെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. വേറെ ഒരു സുജിത എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ ഏജൻ്റ് ഉണ്ട്. പിന്നെ ഗോപൻ എന്ന് പറഞ്ഞിട്ടൊരു മാനേജർ ഉണ്ടായിരുന്നു. ശ്രീകല എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി. ഇവരൊക്കെ തട്ടിപ്പിൽ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ GS പ്രകാശ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ഇവർ തൊട്ടിട്ടില്ല. ആൾ ഒളിവിലായിരുന്നു 2.5 മാസം. ഒരു സംഘം ചേർന്നുള്ളൊരു തട്ടിപ്പാണ്. സംഘം ചേർന്നുള്ള അന്യോന്യം ഇവർ സഹായിക്കുമായിരുന്നു. തട്ടിപ്പിന് വേണ്ടി മാത്രം അന്യോന്യം സഹായിക്കുമായിരുന്നു. പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ സഹായിക്കും, വൈസ് പ്രസിഡന്റ് എംപ്ലോയീസിനെ സഹായിക്കും. അങ്ങനെയുള്ള തട്ടിപ്പാണ് നടന്നത്. ഈ സ്ഥാപനം എപ്പോഴാണ് തുടങ്ങിയത്? ഈ സ്ഥാപനം തുടങ്ങിയ ഏകദേശം 2000-ൽ തുടങ്ങി. 2005-ലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 2005-2006 അന്നാണ് നമ്മുടെ നിക്ഷേപം തുടങ്ങിയത്. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഇവിടെ ഒരു പിന്നെ ഓഡിറ്റർ നമ്മൾ തന്നെ പൈസ കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. 3 വർഷം അവരിരുന്ന്. ഇത് ഏറ്റവും അവസാനം അവർക്ക് ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴാണ് അവരിതിനകത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വെളിയിൽ കൊണ്ടുവന്നൊരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. ഇല്ലെങ്കിൽ 3 വർഷം ഇവർ യാതൊന്നും വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇവിടുത്തെ ഈ നിക്ഷേപകരും ഒന്നും അറിയാൻ വയ്യായിരുന്നു ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അവർ ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമല്ലോ. ഓരോ ക്വാർട്ടർലി ആയാലും അല്ല ഇയർലി എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആൾക്കാർക്ക് കൊടുക്കണം. പിന്നെ പിന്നെ മീറ്റിംഗ് ഒക്കെ നടത്തണം. അതൊന്നും ചെയ്തിട്ടില്ല അവർ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ തട്ടിപ്പ് നടന്നത്. തട്ടിപ്പിൻ്റെ ഒരു പരമ്പരയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. 2023 ഒക്ടോബർ ആയപ്പോഴാണ് അറിഞ്ഞത്. 2023 ഒക്ടോബർ ആയപ്പോഴാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇതൊരു തട്ടിപ്പ് സംഘമാണെന്ന്. അപ്പോഴാണ് മനസ്സിലായത്. അതുവരെ അവർ മൂടി വെച്ചുകൊണ്ടിരുന്നത്. ഈ പോലീസുകാർ ഈ തട്ടിപ്പുകാർക്ക് അനുകൂലമായിട്ടാണോ നിൽക്കുന്നത്? ആണെന്ന് തന്നെ പറയാം. കാരണം ഈ GS പ്രകാശിനെ അയാൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ 10-20 മീറ്റർ ദൂരെയുള്ള അയാളെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ട് തൊട്ടിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്തില്ല. അതപ്പോൾ പിന്നെ പോലീസുകാർ കൂടെ ദൂരെയുള്ളവരെ പോയി അറസ്റ്റ് ചെയ്ത് ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത്? ഇവർക്കെല്ലാം ജോയിൻ്റ്ലി അവർ റെസ്പോൺസിബിളാണ് ഈ തട്ടിപ്പിന്. അതായത് ഓരോ ബോർഡ് മെമ്പറും ഇതിന് പിന്നെ റെസ്പോൺസിബിളാണ്. അവർക്കെല്ലാം ഈക്വൽ ഇതാണുള്ളത്. പക്ഷേ ഇയാളെ തൊട്ടിട്ടില്ല. വേറെ കുറേ ബോർഡ് അംഗങ്ങളുണ്ട്, അവരെയും തൊട്ടിട്ടില്ല. അപ്പോൾ പോലീസുകാർ പിന്നെ അവർക്ക് കൂട്ടാണെന്നല്ലേ അർത്ഥം. എന്തായാലും ഇവിടെ 4 മാസം മുൻപ് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എത്തി ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചത് എന്ന് നിക്ഷേപകർ പറയുന്നു. അതുകൂടാതെ
ഓഫീസ് മറ്റൊരു പൂട്ടാൻ വേണ്ടിയായിരുന്നു ഈ അഡ്മിനിസ്ട്രേറ്റർ എത്തിയത് എന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സഹകരണ സംഘങ്ങളുടെ തട്ടിപ്പ് വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.